ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോട്ട് സാവർട്ട് ലോ. ഈ ചാപ്റ്ററിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ലോ ആണ് ബയോട്ട് സാവർട്ട് ലോ. ഈ ബയോട്ട് സാവർട്ട് ലോ എന്തിന് ഉപയോഗിക്കുന്ന ലോ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു കറണ്ട് കാരിയൻ ഇവിടെ XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ തന്നിട്ടുണ്ട്. XY ആ XY എന്ന് പറയുന്ന കണ്ടക്ടറിലുള്ള ഒരു ചെറിയൊരു ഭാഗം നമ്മൾ AB എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ആ AB എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ലെങ്ത് DL ആണ്. അതിനൊരു വെക്റ്റർ ലെങ്ത് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ വെക്റ്റർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്റ്റർ ലെങ്ത് ആയിട്ടാണ് നമ്മൾ DL നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ DL നിന്നും കുറച്ച് ദൂരെ ഒരു പോയിന്റ്, ആ P എന്ന് പറയുന്ന പോയിന്റിൽ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാക്കുന്നുണ്ട്, ശരിക്കും ആക്ച്വലി ഒരു മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാക്കുന്നു, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടക്ടറിൽ ഇത് കറണ്ട് പോകുമ്പോൾ അതിന് ഏതെങ്കിലും ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തിക്കൂടെ? അപ്പോൾ അങ്ങനെ ഒരു ചെറിയ എലമെൻറ്റ് DL എന്ന് പറയുന്ന ഒരു ചെറിയ എലമെൻറ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ എലമെൻറ്റിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് R എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഡിസ്റ്റൻസ് ആണ്. അവിടെ ഡയറക്ഷൻ കൂടി പറയുന്നുണ്ട്. ഇറ്റ്സ് എ വെക്റ്റർ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ആണ് P. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഇത്രയും എലമെന്റ് ലെങ്ത് ഉള്ള AB ലെങ്ത് ഉള്ള DL ലെങ്ത് ഉള്ള ഈ എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെന്റ്, അതായത് ഈ എലമെന്റ് Pയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അത് കണ്ടെത്തുന്നതിനുള്ള ലോ ആണ് ബയോട്ട് സാവർട്ട് ലോ. അപ്പോൾ അക്കോർഡിംഗ് ടു ബയോട്ട് സാവർട്ട് ലോ പറയുന്നത്, അതായത് the magnetic field produced by a current carrying element, ഒരു കറണ്ട് കാരിയിങ് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അത് കുറച്ച് കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷണൽ ആണ്. എന്തൊക്കെയാണ് അത് പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് DB, ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. സാധാരണ മാഗ്നറ്റിക് ഫീൽഡിനെ B എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എന്നാൽ ഇതൊരു ചെറിയ എലമെന്റ് ആയതുകൊണ്ട് ആ ചെറിയ എലമെന്റ് Pയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചെറിയ അളവായതുകൊണ്ട് നമ്മൾ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് DB എന്ന് കൊടുക്കുകയാണ്. സോ DB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ചില കാര്യങ്ങൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്നാമതായിട്ട് ബയോട്ട് സാവർട്ട് ലോ പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് കണ്ടക്ടർ. ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെന്റ് ഉണ്ട്, ആ എലമെന്റിന്റെ ലെങ്ത് കുറച്ചുകൂടി വലിയ ലെങ്ത് ആണെങ്കിൽ അത് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ചെറിയ ലെങ്ത് ആണെങ്കിൽ അതിന് എന്താണ്, ലെങ്ത് കുറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, ലെങ്ത് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്തെങ്കിലും കൂടും. സോ ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ DB രണ്ട് കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഒന്ന് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ, സെക്കൻഡ് വൺ ആ എലമെന്റിന്റെ ലെങ്ത്, ആൻഡ് തേർഡ് വൺ സൈൻ ഓഫ് ദ ആംഗിൾ, സൈൻ തീറ്റ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് ദ എലമെന്റ് ആൻഡ് ദ എന്താണ് പൊസിഷൻ. നമ്മൾ ആ എന്താണ് എലമെന്റ്, അതായത് ദ ഡയറക്ഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ആൻഡ് ദ പോയിന്റ് P അല്ലെ, പിയും ഈ ലൈൻ ജോയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ അല്ലെ, ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മുടെ എലമെന്റിന്റെയും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളാണ് തീറ്റ. ആ തീറ്റയുടെ സൈൻ വാല്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സൈൻ തീറ്റക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് it is inversely proportional to the square of the distance, and it is inversely proportional to the square of the distance between the point and the element. ഈ എലമെന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, R ആണ്. ആ ആറിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോട്ട് സാവർട്ട് ലോ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ബയോട്ട് സാവർട്ട് ലോ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്? ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കറണ്ട് കാരിയിങ് എലമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ and length of the conductor and sine theta. What is theta? Theta is the angle between the element DL and the position vector R. അല്ലേ, അങ്ങനെ പറയാം. And it is inversely proportional to the square of the distance between the
element and the point. Okay, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബയോട്ട് സാവർട്ട് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ബയോട്ട് സാവർട്ട് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റ് ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കാണാനുള്ള എക്സ്പ്രഷൻ ആണ്, ആ ലോ ആണ് ബയോട്ട് സാവർട്ട് ലോ. അതായത് ഡി ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ്, അതിൽ ഫസ്റ്റ് പറയുന്നത് ഐക്ക് കറണ്ടിന് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഐ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് ആൻഡ് ആൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ എലമെന്റ്, ഈ എലമെന്റിന്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതാണ് ഇവിടെ ഡി എൽ അല്ലേ. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലെങ്ത് ഓഫ് ദ എലമെന്റ്. ആൻഡ് ദ തേർഡ് പോയിന്റ് എന്താണ്, സൈൻ തീറ്റ. തീറ്റ ഏതാണ്, ഈ എലമെന്റും ഈ ലൈൻ ജോയിൻ, അതായത് പോയിന്റിൽ നിന്നും ഈ എലമെന്റിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ജോയിനിങ്, അത് രണ്ടിന്റെയും ഇടയിൽ ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ആ തീറ്റയുടെ സൈനിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്, directly proportional to sine of the angle between the element and the line joining the midpoint of the element and the point. ഓക്കെ, ഇനി നാലാമതായിട്ട് പറയുന്നത്, ഇതുവരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, എന്നാൽ നാലാമത് പറയുന്ന പോയിന്റ് നമ്മൾ നോക്കുക, ഇവിടെ എന്താണ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലാണ് ആർ സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ എലമെന്റ് അല്ലേ. ഈ പോയിന്റിൽ നിന്നും എലമെന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണ്, ആറിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഡി ബി ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ divided by r square. ഈ സംഗതി ഒന്ന് എഴുതിയെടുക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണെന്നുള്ളത്, അതിനെ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ, ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് ഈക്വൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കോൺസ്റ്റന്റ് ആണ് μ0 divided by 4π. സോ μ0 by 4π എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ആൻഡ് ദ വാല്യൂ ഓഫ് μ0 by 4π is equal to 10 raised to -7 അല്ലേ. ഈ μ0 by 4πയുടെ വാല്യൂ എത്രയാണ്, 10 raised to -7 ടെസ്ല മീറ്റർ ആംബിയർ ഇൻവേഴ്സ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണ്, അപ്പോൾ ടെസ്ല മീറ്റർ ആംബിയർ ഇൻവേഴ്സ് ആണ് എന്തിന്റെ വാല്യൂ, μ0 by 4πയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ആ μ0, അതിൽ ആ μ0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, μ0 പറയുന്ന പേരാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിയബിലിറ്റി നമ്മൾ ε0 പഠിച്ചിരുന്നു, അതിന് പറയുന്ന പേര് പെർമിറ്റിവിറ്റി ആയിരുന്നു. ഇവിടെ μ0 പറയുന്ന പേര് പെർമിയബിലിറ്റി ആണ്. മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും പെർമിയബിലിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഭാഗത്താണ് അത് ε0 പെർമിറ്റിവിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സംഗതി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എഴുതാം, ഡി ബി is equal to μ0 divided by 4π I dl sin theta divided by r square. ഓക്കെ, ഇതാണ് ബയോട്ട് സാവർട്ട് ലോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബയോട്ട് സാവർട്ട് ലോ, അതിന്റെ റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സംഗതികൾ എഴുതുക, ഈ ഇക്വേഷൻ എഴുതുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഡയഗ്രാം. ഈ ഡയഗ്രാം കൂടെ എന്ത് ചെയ്യുക, വരച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ്, ഇതിന്റെ യൂസസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ബയോട്ട് സാവർട്ട് ലോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിൽ എഴുതി വെക്കാം, അതുകൂടെ ഒന്ന് നോക്കാം. എങ്ങനെ വെക്റ്റർ ഫോമിൽ എഴുതാം? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡി എൽ എന്ന് പറയുന്നത് നമ്മളൊരു വെക്റ്റർ ആയിട്ട് എടുത്തിട്ട്, ഡി എൽ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എല്ലും ആറും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ നമ്മളൊരു യൂണിറ്റ് വെക്റ്റർ ആർ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മൾട്ടിപ്ലൈ. എന്താ യൂണിറ്റ് വെക്റ്റർ ആറിന്റെ പ്രത്യേകത, ഇതിന്റെ മാഗ്നിറ്റ്യൂഡോട് നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, യൂണിറ്റ് വെക്റ്ററിന്റെ പ്രത്യേകത, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, 1 ആണ്. ഒരു യൂണിറ്റ് വെക്റ്ററിനെ ശരിക്കും, അപ്പോൾ ഈ വെക്റ്ററിനെ നമുക്ക് എങ്ങനെ യൂണിറ്റ് വെക്റ്റർ കാണാം, ഒരു വെക്റ്ററിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് വെക്റ്റർ, അതായത് ഇപ്പോൾ വെക്റ്റർ ആർ എന്നുള്ളതിനെ നമ്മൾ അതിന്റെ മോഡുലസ് കൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്റ്റർ ആണ് എന്ത്, യൂണിറ്റ് വെക്റ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ യൂണിറ്റ് വെക്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ വെക്റ്റർ ഫോമിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഡി ബി ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതുമ്പോൾ μ0 by 4π I dl sin തീറ്റ ഇൻറ്റു ഒരു യൂണിറ്റ് വെക്റ്റർ, അതായത് ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഏതിൻ്റെ ഇടയിലുള്ളതാണ്, ഡി എല്ലിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ളതാണ്. അപ്പോൾ ഡി എൽ എന്ന് പറയുന്ന വെക്റ്റർ ഇതാണ്, ആർ എന്ന് പറയുന്ന ഡയറക്ഷൻ, നമ്മൾ ഈ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി, ആംഗിൾ എടുക്കാൻ വേണ്ടി യൂണിറ്റ് വെക്റ്റർ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ എഴുതാം. ഈ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, μ0 by 4π ഇൻറ്റു ഐ ഇൻറ്റു, ഇപ്പോൾ ആർ എന്നുള്ളതിനെ നമ്മൾ മാറ്റിയിട്ട്, അതായത് ഐ ഡി എൽ സൈൻ തീറ്റ ഇൻറ്റു ആറിന് പകരം ഞാൻ വെക്റ്റർ ആർ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആർ ഇങ്ങനെ എഴുതാണ്. ഓൾറെഡി താഴെ എന്തുണ്ട്, ഒരു ആർ സ്ക്വയർ ഉണ്ട്.
അപ്പോൾ ഒരു വെക്ടർ, അതായത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലുള്ള ആർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ഒരു വൺ മാഗ്നിറ്റ്യൂഡ് വെക്ടർ ആണ്. അതെങ്ങനെ കിട്ടുക? ഈ വെക്ടർ ആർ എന്ന് പറയുന്ന ഈ ലെങ്ത്തിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ആറിനെ ആറും ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് വെക്ടർ ആർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ എഴുതി? ഇവിടെ ഈ ആറും ആർ സ്ക്വയറും കൂടി എന്തായിട്ട് മാറും? ആർ ക്യൂബ് ആകും. ഇവിടെ ഡി എൽ സൈൻ തീറ്റ ഇൻറ്റു ആർ, ശരിക്കും ഇത് എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ എന്നാണ്. ഇതിനെ നമ്മൾ വെക്ടർ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഡി ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ഡിവൈഡഡ് ബൈ 4 പൈ ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇങ്ങനെ എഴുതാം, ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വെക്റ്റർ. ഇപ്പോൾ വെക്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാനൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഇത് പഠിച്ചു വെച്ചാലും മതി. അതായത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതിയിട്ടുള്ള ഈ സ്റ്റെപ്പ് ഒന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഈ ഒരു സ്റ്റെപ്പ് ദാറ്റ് ഈസ് ഡി ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 ബൈ 4 ബൈ ഐ ഇൻറ്റു ഡി എൽ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് മ്യൂ 0 എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിലുള്ളതാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഇപ്പോൾ ഒരു മീഡിയത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പോൾ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആ മീഡിയത്തിന്റെ പെർമിയബിലിറ്റി കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. മ്യൂ 0 എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ പെർമിയബിലിറ്റി ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എപ്സിലോൺ? ദാറ്റ് ഈസ് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സംഗതി അതേ രൂപത്തിൽ നമുക്ക് മ്യൂ ഇസ് ഈക്വൽ ടു ഒരു മീഡിയത്തിന്റെ പെർമിയബിലിറ്റി മ്യൂ ആണെങ്കിൽ ആ പെർമിയബിലിറ്റിയെ നമുക്ക് മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ, അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നതാണ് മ്യൂ ആർ എന്ന് പറഞ്ഞാൽ മ്യൂ ഡിവൈഡഡ് ബൈ മ്യൂ 0. ഒരു മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിന്റെ പെർമിയബിലിറ്റിയെ ഫ്രീ സ്പേസിന്റെ പെർമിയബിലിറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രീ സ്പേസിലുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്, എം ടി സ്പേസിലുള്ളത്. എന്നാൽ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ മീഡിയം ഓഫ് പെർമിയബിലിറ്റി മ്യൂ. മ്യൂ പെർമിയബിലിറ്റി ഉള്ള മീഡിയത്തിലാണെങ്കിൽ എന്തായിരിക്കും? മ്യൂ 0ക്ക് പകരം അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? മ്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇനി വേണമെങ്കിൽ ആ മ്യൂ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ സ്പേസിന്റെയും അതിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആറിന്റെയും ടേമിൽ എഴുതാം. അതെങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഇവിടെ മ്യൂ 0 എന്നാണ്, ആ ഇക്വേഷൻ തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഡി ബി ഇസ് ഈക്വൽ ടു, അത് ഈ വെക്ടർ ഫോമിൽ നിന്നല്ല ഈ ഫോമിലും ഇവിടെയും നമുക്ക് അങ്ങനെ എഴുതാം. ഡി ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ ബൈ 4 പൈ ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ ഈ വെക്ടർ ഫോമിൽ നമുക്ക് എഴുതാം. ഞാൻ ജനറൽ ഇക്വേഷൻ എഴുതാണ് ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അങ്ങനെ എഴുതുമ്പോൾ കാരണം എന്താണ്? മ്യൂ അല്ലേ. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം കേട്ടോ. പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം ആണ് കേട്ടോ. ഇത് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം, ഒരു മീഡിയത്തിന്റെ പെർമിയബിലിറ്റി ആണെന്ത്? മ്യൂ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് മ്യൂ ഈക്വൽ മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ എന്ന് പറയാം. മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞ എപ്സിലോൺ ഡേ എപ്സിലോൺ 0 എപ്സിലോൺ ആർ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറയാം, ഒരു ഇതാണ് ഇന്ന മീഡിയം കേട്ടോ. ഇതൊരു മീഡിയത്തിലെ എക്സ്പ്രഷൻ ആണ്. ഇൻ എ മീഡിയം ഓഫ് പെർമിയബിലിറ്റി മ്യൂ 0 മ്യൂ ആർ അല്ലെങ്കിൽ മ്യൂ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഡി ബി സി ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ ബൈ. ഇവിടെ ഈ എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. വെക്ടർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് എഴുതുന്നതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഡി ബി സി മ്യൂ 0 ബൈ 4 പൈ ഐ ഡി എൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇവിടെ ആർ ക്രോസ് എഴുതുമ്പോൾ ഇവിടെ ആർ ക്യൂബ് വരുന്നുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബയോട്ട് സാവർട്ട് ലോയുടെ അപ്ലിക്കേഷൻ ആണ്. ബയോട്ട് സാവർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഇപ്പോൾ ഈ റൗണ്ട് ലൂപ്പാണ്, ഒരു സർക്കുലാർ ലൂപ്പാണ്, ഒരു സർക്കുലാർ കറണ്ട് ലൂപ്പ്, ഒരു ലൂപ്പാണ്. ഇതിലൂടെ ഒരു കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. അതായത് ഈ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലൂപ്പ് ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ ആ ലൂപ്പിന് ചുറ്റും എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ലൂപ്പിന്റെ സെന്റർ അല്ലെ, ഇതാണ് സെന്റർ. ആ സെന്ററിലൂടെ പോകുന്ന ലൈൻ നമുക്ക് ആക്സിയൽ ലൈൻ എന്നൊക്കെ പറയാം, ആക്സിസ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് ആ ആക്സിസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഈ ആക്സിസിൽ നമ്മളൊരു പോയിന്റ് എടുക്കുകയാണ്, ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്, ആ പോയിന്റിന് പി എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഈ സർക്കുലാർ ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡിനെ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ പോകണം. അതിന് നമ്മൾ ബയോട്ട് സാവർട്ട് ലോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ലൂപ്പിൽ ഒരു ഭാഗത്ത് മുകൾ ഭാഗത്ത് ഇവിടെ നമ്മൾ ഒരു ചെറിയ ഒരു എലമെന്റ്, ആ ലൂപ്പിന്റെ ചെറിയൊരു കഷ്ണം ഡി എൽ എന്ന് പറയുന്ന ചെറിയൊരു എലമെന്റ്, ഒരു കറണ്ട് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ എലമെന്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ബയോട്ട് സാവർട്ട് ലോ പ്രകാരം ഈ എലമെന്റിൽ നിന്നും കുറച്ച് ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ആണ് പി.
അപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് dB is equal to, അല്ലെ, ഇതൊരു ചെറിയ എലമെന്റ് ആണ്, അതിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് dB എന്ന് കൊടുക്കാം. dB is equal to, നമുക്ക് ഇക്വേഷൻ പഠിച്ചാണ്, ദാറ്റ് ഈസ് mu0 ഡിവൈഡഡ് ബൈ 4π, mu0/4π. ഇനി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഈ എലമെന്റ് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താ? ഈ ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് അല്ലേ? ദാറ്റ് ഈസ് I, ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ എലമെന്റ്, അതെന്താണ്? dl ഇൻറ്റു സൈൻ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എലമെന്റും ഈ ലൈനും തമ്മിലുണ്ടാകുന്ന, ആ റേഡിയസും തമ്മിലുണ്ടാകുന്ന ആംഗിൾ ആണ്. എന്താണ് ആ ആംഗിൾ വരിക? ആ ഒരു സർക്കുലാർ എന്താണ്, ഒരു ലൂപ്പ് എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതൊരു സർക്കുലാർ ലൂപ്പാന്ന് വിചാരിച്ചു. അപ്പോൾ ആ ലൂപ്പ് ഇങ്ങനെ നോക്കുകയാണ്. ആ ലൂപ്പിലെ എലമെന്റ് എന്ന് പറയുന്നതാണ് dl എന്ന് പറയുന്ന എലമെന്റ്. അപ്പോൾ ഇതാണ് എലമെന്റിന്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ സെന്ററിൽ നേരെ ഒരു പോയിന്റ്, എവിടെ പോയിന്റ് എടുത്താലും, ഇപ്പോൾ ഇവിടുന്ന് ആ പോയിന്റിലേക്ക് നമ്മൾ എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ഈ എലമെന്റും അതും എപ്പോഴും പെർപെൻഡിക്കുലർ അല്ലേ വരിക, അല്ലേ? ഇപ്പോൾ ഞാൻ ഈ DL-ലേക്ക് ഞാൻ ഈ പേന പിടിക്കുന്നു നോക്കുക. ഞാൻ ഈ പേന എങ്ങനെ പിടിച്ചു? DL-ലേക്ക് പെർപെൻഡിക്കുലർ അല്ലേ? ഈ പേന ഞാൻ ഇങ്ങനെ പിടിച്ചു, അപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. DL-ഉം ഈ പേനയും പെർപെൻഡിക്കുലർ ആണല്ലോ. ഇങ്ങനെ പിടിച്ചു, പെർപെൻഡിക്കുലർ അല്ലേ? ഇങ്ങനെ പിടിച്ചു, എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതായത് ഈ DL-ഉം അവിടെ നിന്നുള്ള ഈ DL-ൽ നിന്നൊരു പെർപെൻഡിക്കുലർ ആണ് നമ്മൾ ഈ P പോയിന്റിലേക്ക് വരക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ DL-ഉം ആ R-ഉം തമ്മിലുണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അടിയിലുള്ള ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻറ്റു സൈൻ 90 എന്ന് പറയാം, ഡിവൈഡഡ് ബൈ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് R². ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ, ഒരു എക്സ്പ്രഷൻ നമുക്കിവിടെ കിട്ടി. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ? ദാറ്റ് ഈസ് dB is equal to എന്താണ്? mu0/4π I dl sin 90/R². ഇവിടെ എന്താണ്? I അറിയാലോ, dl എന്താണ്? sin 90 ആയത് ശ്രദ്ധിക്കുക. ഈ എലമെന്റ് ഇങ്ങനെ അല്ലേ, ആ ലൂപ്പിനോട് എന്താണ്, നമ്മൾ ഈ റേഡിയസ് വെക്ടർ, അതായത് ഇവിടെ നോക്കുമ്പോൾ ആ ലൂപ്പും ആ എലമെന്റും, ഇപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ ആ എലമെന്റും നമ്മൾ അവിടുന്ന് എങ്ങോട്ട് ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ എലമെന്റിന്റെയും ഈ എലമെന്റിന്റെയും ആ പെർപെൻഡിക്കുലറിന്റെയും ഇടയിലുള്ള ആംഗിൾ 90 ആയിരിക്കും. ഓക്കെ, സോ സൈൻ 90 എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ R² എന്ന് പറഞ്ഞാൽ നമുക്ക് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഡിസ്റ്റൻസ് ഒന്ന് ഈ ലൂപ്പിന്റെ, സർക്കുലാർ ലൂപ്പിന്റെ റേഡിയസ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ സെന്ററിൽ നിന്നും ആ P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും എക്സും അറിയാം. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? ഈ ആംഗിൾ, ഈ ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇത് 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് ആണ് R അല്ലേ? ഇപ്പോൾ നമുക്ക് റിലേഷൻ R² is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും? x² പ്ലസ് R² എന്ന് എഴുതിക്കൂടെ? x² പ്ലസ് x² പ്ലസ് R² അല്ലെങ്കിൽ R² പ്ലസ് x² എന്ന് എഴുതിക്കൂടെ? R² പ്ലസ് x² എന്ന് എഴുതിക്കൂടെ? R²നെ. അപ്പോൾ R² മാറ്റിയിട്ട്, അതായത് എന്താണ്, ഇതിന്റെ ആൾട്ടിറ്റ്യൂഡിന്റെയും ബേസിന്റെയും സ്ക്വയർ അല്ലെ, സ്ക്വയറിന്റെ സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹൈപ്പോട്ടനസ് സ്ക്വയറിനെ. പൈതഗോറസ് തിയറം നമ്മളോട് അപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ അവിടെ മാറ്റിയിട്ട് ദാറ്റ് ഈസ് dB is equal to mu0/4π I into dl. What is sin 90? It is equal to 1 divided by R² മാറ്റിയിട്ട് നമുക്ക് R² plus x² എന്ന് എഴുതാം. R² plus x². ഇപ്പൊ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട് അല്ലെ? ഇതാണ് ഈ dB എന്ന് പറയുന്നത്. ആ dB എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് dB? ഈ ഡിബിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിന് എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരിക. അത് നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അതായത് ഒരു കറണ്ട് ഇതാണ്, കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടറിൽ ഈ ഡയറക്ഷനിൽ ഇപ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷനിൽ, കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് വരുന്ന രൂപത്തിൽ നമ്മൾ എന്താണ് ഈ കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇത് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സർക്കിൾ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഈ പോയിന്റിലാണെങ്കിലോ ആ പോയിന്റ് കൂടെ പോകുന്ന ഒരു സർക്കുലാർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ടാൻജന്റ് ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അതേ രൂപത്തിൽ DL കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? DL കൂടെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കറണ്ട് പോകുന്ന DL-ൽ, ആ DL-ൽ അതിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ വരച്ചു കൊടുത്ത് ചെറിയൊരു പശക്കുണ്ട്. കാരണം ഈ ഡയറക്ഷനിൽ വരെ ഇങ്ങനെ വരണം. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഈ ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണ്. നമ്മൾ ഇവിടെ ഈ സൈഡ് നോക്കും ക്ലോക്ക് വൈസ്. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷനിൽ തമ്പ് വരുന്ന രൂപത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ
ഇതിന് ചുറ്റുമുണ്ടാകുന്ന അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് സെന്റർ ആക്കുന്ന രൂപത്തിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവാ. അതായത് ഈ ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഡി ബി. ആ ഡി ബി നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്, രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ് അല്ലെ. ഒന്ന് ഒരു ഹൊറിസോണ്ടൽ കോമ്പണന്റും ഒന്ന് ഒരു വെർട്ടിക്കൽ കോമ്പണന്റും. ഇപ്പൊ നമ്മളിവിടെ ആംഗിൾ, അതായത് ഈ ആക്സിസും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ ഫൈ ആണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും, ഫൈ ആയിട്ടാണ് വരിക അല്ലെ. ഈ ആംഗിളും എന്ത് തന്നെയാണ് വരിക, ഫൈ ആണ് വരിക അല്ലെ. ഇതൊരു പെർപെൻഡിക്കുലർ ആണ്, ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഈ ആംഗിളും ഇതിന്റെ അടിയിലുള്ള ആംഗിളും രണ്ടും എന്താണ്, സെയിം ആംഗിൾ ആണ്. അപ്പൊ ഈ ഫൈ എന്ന് പറയുന്ന ആംഗിളിന്റെ ടേമിൽ നമുക്ക് ഈ ഡി ബി എ നമ്മൾ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് അഡ്ജസന്റ് സൈഡ് ആയിട്ട്, നമുക്ക് ഈ അഡ്ജസന്റ് സൈഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഈ സൈഡിനെ നമുക്ക് ഡി ബി കോസ് ഫൈ എന്ന് പറയാം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഡി ബി. അപ്പൊ ഡി ബി എ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ആക്സിയൽ ലൈനിന്റെ ഡയറക്ഷനിൽ ഒരു ഡി ബി സൈൻ ഫൈ ആയിട്ട് വരും. ഇങ്ങനെ വരുന്ന എന്താണ്, ഡി ബി കോസ് ഫൈ. ഓക്കെ, ഇവിടെ നമ്മൾ ഡി ബി എന്ന് പറയുന്ന ഈ മാഗ്നറ്റ്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലെ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇപ്പൊ കിട്ടിയത്, μ0/4π/IDL r²+. ഇനി ഈ ഡി ബി എ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഡി ബി ഈസ് സ്പ്ലിറ്റ് into two perpendicular components. രണ്ട് പെർപെൻഡിക്കുലർ കോമ്പണൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി ബി നമ്മൾ എന്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് എന്താണ്, ഡി ബി കോസ് ഫൈ അല്ലെ, ഡി ബി കോസ് ഫൈ ആൻഡ് ഡി ബി സൈൻ ഫൈ. ഡി ബി കോസ് ഫൈയും ഡി ബി സൈൻ ഫൈയും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ പറയുന്നത് സിമിലർലി ഇതേ രൂപത്തിൽ ഇവിടെ നമ്മൾ ഡി എൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണ്. ഈ ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ എലമെന്റും അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് സെയിം ആറാണ്. ആ എലമെന്റും ഇതേ പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും, ഇതിന് നേരെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കുന്നുണ്ടാവുക മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കലായിട്ട് നേരെ താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കലായിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ ആംഗിളും എന്ത് തന്നെയാണ്, ഫൈ ആണ്. അപ്പോൾ ആ ഭാഗത്തിനെ നമുക്ക് ഡി ബി കോസ് ഫൈ എന്ന് എഴുതാം. മറ്റൊരു കോമ്പണന്റ് ഏതാണ്, ഒന്ന് പാരലൽ ആയിട്ടുള്ള കോമ്പണന്റ് ഉണ്ടാവും, ഇതിനോട് പാരലൽ ആയിട്ടുള്ള അല്ലെ മറ്റൊരു കോമ്പണന്റ് ഇങ്ങോട്ട് അല്ലെ. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ഒന്ന് ഡി ബി. അപ്പോൾ ഇവിടെ വീണ്ടും എന്താണ്, ഡി ബി സൈൻ ഫൈ. ഓക്കെ, അപ്പോൾ രണ്ട്, അപ്പോൾ ഇതിന്റെ ഈ ഡയറക്ഷൻ ഡി ബി സൈൻ ഫൈ ആണ്, ഇതിൻ്റെതും ഈ ഡയറക്ഷൻ ഡി ബി സൈൻ ഫൈ ആണ്. ഇതിന്റെ നമ്മൾ വെർട്ടിക്കൽ ആകുമ്പോൾ താഴോട്ടാണ് വരിക, ഡി ബി കോസ് ഫൈ. ഇതിന്റെ വെർട്ടിക്കൽ മുകളിലേക്കാണ്. അപ്പോൾ നോക്കുക, ശരിക്കും ഡി ബി കോസ് ഫൈ താഴോട്ടാണ്, ഡി ബി കോസ് ഫൈ മുകളിലേക്കാണ്. എന്താ സംഭവിക്കുക, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. എന്നാൽ ഇവിടെ ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് രണ്ടും എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സംഭവിക്കുക, അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ ഡി എൽ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു എലമെന്റ് കണ്ടത് നമ്മൾ ഈ ഡി ബി കിട്ടി, അതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിന് നേരെ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് ഒരു പോയിന്റ് എടുത്തു. ഇവിടെ നമുക്ക് ഡി ബി ഇങ്ങനെയാണ് കിട്ടിയത്, അതിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തു. രണ്ടായിട്ട് റിസോൾവ് ചെയ്തു ഡി ബി കോസ് ഫൈ. അങ്ങനെ ഡി എൽ എന്ന് പറയുന്ന ഒരുപാട് എലമെന്റ്സ് നമ്മൾ ഇവിടെ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഈ പോയിന്റിനെ ചുറ്റുഭാഗത്ത് അങ്ങോട്ടും എല്ലാ ഡയറക്ഷനിലുള്ള എന്ത് ഡി ബി എന്ന് പറയുന്ന ഓരോ എന്താണ് എലമെന്റ് ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ഓരോ കോമ്പണന്റ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡി ബി കോസ് ഫൈക്ക് ഇവിടെ ഒരു കോസ് ഫൈ എടുത്തു കഴിഞ്ഞാൽ നേരെ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് താഴോട്ടാ വരിക, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യും. ഇനി ഇവിടെ ഒന്ന് എടുക്കുകയാണെങ്കിലോ ഒന്ന് ഇങ്ങോട്ടായിരിക്കും, ഒന്ന് അപ്പുറത്തേക്കായിരിക്കും, അത് രണ്ടും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. പക്ഷേ അതിൻ്റെയൊക്കെ ഈ ടേം ഉണ്ടാവും, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഡി ബി സൈൻ ഫൈ, എല്ലാ ടേമിന്റെയും ആ ഡയറക്ഷനാണ് എന്ത് ചെയ്യുക, കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണുമ്പോൾ ഈ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. ഇങ്ങോട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അതായത് നമുക്കിവിടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ പറ്റും എന്താണ്, ഡി ബി, ദ ടേം ഡി ബി കോസ് ഫൈ, ഡി ബി കോസ് ഫൈ എന്ന് പറയുന്ന ടേംസ് എന്ത് ചെയ്യുന്നു, ഡി ബി കോസ് ഫൈ ടേംസ് ക്യാൻസൽ ചെയ്യുന്നു, cancel each other with diametrically opposite elements. അതായത് ഈ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ കോമ്പണന്റുകൾ പരസ്പരം എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തു പോകും. ആൻഡ് cancel each other and dB sin pi will add up. അത് ചെയ്യും,
ആഡും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു സംഗതി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ആദ്യം ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു എലമെന്റ് ഡി എൽ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതുന്നു. അതിൽ ആർ സ്ക്വയറിന് പകരം നമ്മൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നാക്കി മാറ്റുക. പിന്നീട് പറയാണ് അവിടെ ഡി ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും അല്ലെ. ആ ഡയറക്ഷനിൽ ഡി ബി എ എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ. സിമിലർലി നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഡി എൽ എടുക്കുന്നു. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതിനെ നമ്മൾ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ നമ്മൾ ഇനി ഇങ്ങനെ ഓരോ പോയിന്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വരക്കാൻ സൗകര്യം ഇങ്ങനെ രണ്ടെണ്ണമാണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഡി ബി കോസ് ഫൈ ടേംസ് എല്ലാം കൂടി എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഡി ബി സൈൻ ഫൈ ടേംസ് എല്ലാം കൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി. പി എന്ന് പറയുന്ന പോയിന്റിൽ ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കോമ്പണൻസ് മാത്രമല്ല ഉണ്ടാവുള്ളൂ. ഈ കോമ്പണൻസ് ഒക്കെ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കോമ്പണൻസിന് അതായത് ആ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്ന കോമ്പണൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതുമ്പോൾ ഇന്റഗ്രൽ എന്ത് എഴുതണം, ഇന്റഗ്രൽ ഡി ബി എന്ത് ചെയ്യണം, സൈൻ പൈ എന്ന് എഴുതാം. ഇന്റഗ്രൽ ഡി ബി സൈൻ പൈ ഇന്റഗ്രേറ്റ് ചെയ്യണം. കാരണം ഇതൊരു ചെറിയ എലമെന്റ് ഡി എൽ ആണ്. അങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ആ എല്ലാ എലമെന്റ്സും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മേഷൻ എടുക്കുക എന്നാണ്. മനസ്സിലായല്ലോ? സം ചെയ്യുക. അപ്പോൾ ഒന്ന് ആദ്യത്തെ ഒരു എലമെന്റ് ഡി ബി സൈൻ ഫൈ, പിന്നെ അടുത്തതിന് ഡി ബി സൈൻ ഫൈ, അങ്ങനെ ഓരോ ഡി ബി സൈൻ ഫൈയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാക്സിമം അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ദാറ്റ് ഇസ് ബി സി ഈക്വൽ ഇന്റഗ്രൽ ഡി ബി സൈൻ ഫൈ. ഇനി ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ് നമ്മളിവിടെ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ഡി ബി സി ഈക്വൽ ടു എന്താണ്, ഡി ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. ഡി ബി സി ഈക്വൽ ടു μ0/4π ഐ ഡി എൽ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ സൈൻ ഫൈ എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പോൾ ഡി ബി എന്താണ്, ഇവിടെ ഡി ബി സി ഈക്വൽ ടു നമുക്കറിയാം. ഡി ബി സി ഈക്വൽ ടു ബട്ട് നമ്മൾ എഴുതി വെക്കുകയാണ്. ബട്ട് ഡി ബി സി ഈക്വൽ ടു ഇവിടെ നമ്മൾ എഴുതുക ബട്ട് dB is equal to μ0/4π I dl divided by r square plus x square ആണ്. ആൾസോ കൂടാതെ സൈൻ പൈയുടെ വാല്യൂ നമുക്ക് കണ്ടെത്തിക്കൂടെ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ പൈ? സൈൻ പൈയുടെ വാല്യൂ ഈ ആംഗിൾ നോക്കുക, ഇതാണ് പൈ. അപ്പൊ സൈൻ പൈ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, ആർ ആണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ആർ ആണ്. സോ ആർ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഹൈപ്പോട്ടനസ്? ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ ആറാണ് കിട്ടേണ്ടത്, സ്മോൾ ലെറ്റർ ആറാണ്. ഇത് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ആറാണെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കുക അല്ലേ. റൂട്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് റൂട്ടിന് പകരം നമുക്ക് 1/2 എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡി ബിയുടെ വാല്യൂവും സൈൻ പൈൻ്റെ വാല്യൂവും ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു ഇക്വേഷൻ ബി ഈക്വൽ ടു ഇന്റഗ്രൽ എന്താണ് ഡി ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് μ0/4π I dl divided by r square plus x square into what is sin pi? Sin pi is equal to r divided by r square plus x square whole raised to 1/2. ഇവിടെ താഴെ ഇതിന്റെ പവർ ആക്ച്വലി 1 ആണ്. ഇവിടെ സെയിം ക്വാണ്ടിറ്റി ആണ്, പവർ 1/2 ആണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, അതിന്റെ പവേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെ പവേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക, ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ അല്ലേ. ഇന്റഗ്രൽ μ0 ഡിവൈഡഡ് ബൈ 4π I dl into r. താഴെ എന്താ വരിക ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്നാ വരിക അല്ലേ. 1 into 1 എന്താണ്, 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ് വരിക. ഇത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റുകളെയൊക്കെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കോൺസ്റ്റന്റ്സ് എല്ലാം പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് വരിക, μ0/4π കോൺസ്റ്റന്റ് ആണ്, I കറണ്ട് കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 അതും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഇനി ഡി എൽ ആ ലെങ്ത് മാത്രമാണ് നമ്മൾ വാരിയബിൾ. അപ്പോൾ ഇന്റഗ്രൽ ഡി എൽ എന്ന് വരും. എന്താണ് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്തിനെ അല്ലെങ്കിൽ ഈ ലെങ്ത്തിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, ഇതിന്റെ ടോട്ടൽ ലെങ്ത് ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമ്മൾ ആ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാക്കി എന്തായിരിക്കും, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു അല്ലെ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ബി ആണ് കാണുന്നത്. ബി ഈക്വൽ ടു എക്സ്പ്രഷൻസ് എന്താണ്, μ0 ഡിവൈഡഡ് ബൈ 4π I into r divided by r square plus x square whole raised to 3/2 into എന്താണ് വരിക,
ഇൻറ്റു വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി എൽ അല്ലേ? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് അല്ലേ കിട്ടുക? ഈ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ലൂപ്പിൻ്റെ ഒരു ഭാഗമാണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കിൾ കിട്ടും. എന്താ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2πr ആണ്. 2πr. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഇവിടെ പൈയും ഈ പൈയും എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, രണ്ട് പൈയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ രണ്ട് കളേഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. 2π. ഓക്കെ, ഈ 2 അതുപോലെ തന്നെ 4ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തുണ്ടാവും, 2 ഉണ്ടാവും. ഓക്കെ, 6ഉം ചേർന്ന് r² ആക്കി മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ, ഫൈനൽ എക്സ്പ്രഷൻ എന്താണ് വരിക? ദാറ്റ് ഈസ് μ0 I r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഹോൾ റേസ് ടു 3/2. ഈ എക്സ്പ്രഷൻ, ഇത് എന്തിൻ്റെ എക്സ്പ്രഷൻ ആണ് പറഞ്ഞത്? ദിസ് ഈസ് ദ expression for magnetic field produced by a circular loop. ഒരു സർക്കുലാർ ലൂപ്പ് അതിൻ്റെ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ആക്സിസിൽ ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള എക്സ്പ്രഷൻ ആണെന്ത്? ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ആണ് ബി ഈക്വൽ ടു μ0 I r² ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഹോൾ റേസ് ടു 3/2. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഈ ചാപ്റ്ററിലെ. ഓക്കെ, ഇതിലൊരു സ്പെഷ്യൽ കേസ് പറയുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്? ഇഫ് ദ പോയിന്റ് P at O, അതായത് ഇപ്പൊ നമ്മളോട് പറയുന്നത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങളോട് ഓയിലാന്ന് വിചാരിച്ചു. അതായത് ഇഫ് എന്താണ്, വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്, ആ ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താ കാണാൻ പറഞ്ഞാൽ അതിനർത്ഥം ഈ എക്സ് ഇങ്ങനെ കുറഞ്ഞ് ഈ പി ഇങ്ങനെ കുറഞ്ഞ് അടുത്ത് വന്ന് പി എവിടെ എത്തണം, ഈ ഓയിൽ എത്തണം. അതിനർത്ഥം എക്സിന്റെ വാല്യൂ എന്താകും അവിടെ? എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പുട്ട് എന്ത് പറയാം, അറ്റ് പി ഒ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സിന്റെ വാല്യൂ 0. എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്താണ്? ബി ഈക്വൽ ടു μ0 I r² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² ഹോൾ റേസ് ടു 3/2 അല്ലേ? എക്സ് 0 ആയില്ലേ, അപ്പോൾ r² ഹോൾ റേസ് ടു 3/2. ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ നമുക്കറിയാം ഈ 2 എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും, അതായത് 2 ഇൻറ്റു 3/2 എന്നാ വരാം. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ r³ വരും. ഇനി ശ്രദ്ധിച്ചു, ഇവിടെ r³ മുകളിൽ എന്തുണ്ട്, ഒരു r². അപ്പോൾ മുകളിലത്തെ r² വെട്ടും, ഈ r³ 3 വെട്ടി കഴിഞ്ഞാൽ അവസാനം എന്തേ ഉണ്ടാവുള്ളൂ, 6 അവിടെ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? ദാറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു μ0 I divided by 2r. And this is the expression for the magnetic field, at the center of the loop. ഈ ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ആണ്, that is this, the b is equal to μ0 I divided by 2r. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷൻ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഇവിടുന്ന് ബി കണ്ടതിന് ശേഷം ഈ ഒരു രണ്ട് സെന്റൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ ആദ്യം പറയാം എന്താണ്, ബി എന്ന് പറയുന്നത് അല്ലെ, ഡി ബി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അത് രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഒന്ന് ഡി ബി കോസ് ഫൈ സൈൻ ഫൈ. അതിൽ ഡി ബി കോസ് ഫൈ എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റ് എടുത്താലും ഡി ബി കോസ് ഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരാം. ഇപ്പോൾ ഒന്ന് ഇവിടെ എടുക്കുമ്പോൾ ഇങ്ങോട്ടാണ്, അതിന് ഓപ്പോസിറ്റ് താഴോട്ടാണ്. ഇനി ഇവിടെ എടുക്കുന്ന സമയത്ത് അത് ഇങ്ങോട്ട് വരും, ഇവിടെ എടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ്, രണ്ടും കൂടി എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. എന്നാൽ ഡി ബി സൈൻ ഫൈ എല്ലാത്തിൻ്റെയും സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ പിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രമേ ഫീൽഡ് ഉണ്ടാവുള്ളൂ, ഈ ഫീൽഡുകളൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാകും. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി ബി സൈൻ ഫൈ. നമ്മൾ അങ്ങോട്ടുള്ള ഫീൽഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നു, ഡി ബിയുടെ വാല്യൂ സൈൻ ഫൈയുടെ വാല്യൂ കൊടുക്കുക, എന്നിട്ട് നമ്മൾ ചെയ്യുക, ഈ റിലേഷനിലേക്ക് എത്തും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഈ ഒരു സംഗതി കേട്ടോ. ഈ ഒരു സംഗതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഫൈനൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്, ലൂപ്പിന്റെ സെന്ററിലുള്ളത് ഓർത്തിരിക്കുക, ബി ഈക്വൽ ടു μ0 I by 2r. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ ടേണിൻ്റെതാണ്.
ഈ സിംഗിൾ ടേണിന് പകരം നിങ്ങളോട് പറയാണ് ഇഫ് ദ ലൂപ്പ് ഹാസ് n ടേൺസ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ കുറേ ടേൺസ് ഉണ്ട്, ലൂപ്പിൽ കുറേ ചുറ്റുകൾ ഉണ്ടെന്ന് വിളിച്ചോ. ഇഫ് ദർ ആർ n ടേൺസ്, ക്യാപിറ്റൽ n ടേൺസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും വരിക? n ടേൺസ് ഉണ്ടെങ്കിൽ ഇഫ് ലൂപ്പ് ഹാസ് n ടേൺസ് എന്തായിരിക്കും വരിക? ബി is equal to mu0 I r സ്ക്വയർ ഇൻറ്റു എന്ത് വരും? n എന്ന് കൂടെ ടേമിൽ കൂടത്തിൽ വരും അല്ലേ? 2 ഇൻറ്റു എന്ത് വരും? r സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. ഇതും ജസ്റ്റ് അവിടെ നോട്ട് ചെയ്തേക്കാം കേട്ടോ. ഇഫ് ദ ലൂപ്പ് ഹാസ് n ടേംസ്, അതായത് ലൂപ്പിന് n ടേൺസ് ഉണ്ടെങ്കിൽ, അത്ര n ചുറ്റുകൾ ഇതിലുണ്ടെങ്കിൽ അത്രയും ടൈംസ് എന്ത് ചെയ്യും? അതിന്റെ ഫീൽഡ് എന്ത് ചെയ്യും? കൂടവിന്റെ കൂടെ ഒരു n കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇവിടെയും അതുപോലെ തന്നെയാണ്. അപ്പൊ സെൻട്രൽ ആണെങ്കിൽ ഇതിന്റെ കൂടെ എന്തുണ്ടാവും? ഒരു n എന്നുള്ള ടേം ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇവിടെ എന്തുണ്ടാവും? ഇൻറ്റു n കൊടുക്കാം. അപ്പൊ അതും കൂടി എഴുതാം. എന്താണ് ഈ കേസിൽ? അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ് അല്ലെ, n ടേൺസ് ഉള്ള ഒരു കോയിലിന്റെ സെന്ററിൽ എന്തായിരിക്കും ഉണ്ടാവുക? b is equal to mu0 I n divided by 2r എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക.